Hello everyone, welcome back. Second chapter of the subject Communicating with Financial Data, Journal, Ledger and Trial Balance. ഫസ്റ്റിൽ കുറച്ച് തിയറി പോർഷൻ ആണ് വരുന്നത്. അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ടോപ്പിക് ബിസിനസ് ട്രാൻസാക്ഷൻസ്. എനി ആക്ടിവിറ്റി ദാറ്റ് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ ഗുഡ്സ് ആൻഡ് ചേഞ്ചസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. ക്യാഷും ഗുഡ്സും അതിൻ്റെ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ആക്ടിവിറ്റിയും അതേപോലെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സാമ്പത്തിക നിലയിൽ മാറ്റം വരുത്തുന്ന ഏതൊരു ആക്ടിവിറ്റിയെയും നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ലാൻഡ് വാങ്ങിച്ചു, മെഷീനറി വാങ്ങിച്ചു, പർച്ചേസ് ചെയ്തു റോ മെറ്റീരിയൽ, ലോൺ എടുത്തു, ഇതൊക്കെ എന്താണ് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ഇറ്റ് ഇസ് ദ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ബോത്ത് ആസ്പെക്ട്സ് ഓഫ് എവറി ട്രാൻസാക്ഷൻ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ഇക്വാലിറ്റി ബിറ്റ്വീൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. അതായത് ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനും അറ്റ്ലീസ്റ്റ് രണ്ട് എഫക്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ റിസീവിങ് ആസ്പെക്റ്റിനെ ഡെബിറ്റ് എന്നും ഗിവിങ് ആസ്പെക്റ്റിനെ ക്രെഡിറ്റ് എന്നും പറയുന്നു. ഈ ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഈ തരത്തിലാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. ആ ഒരു സിസ്റ്റത്തിനെയാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുക. ഇൻ ഷോർട്ട്, ഏതൊരു ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റ് ഉണ്ടാവും. ആ തരത്തിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നമ്പർ 2, റെക്കോർഡ്സ് കംപ്ലീറ്റ് ആക്കി കാണിക്കുന്നു. നമ്പർ 3, എറേഴ്സ് ഒക്കെ ഈസിലി ഡിറ്റക്ട് ചെയ്യുന്നു. നമ്പർ 4, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ടോപ്പിക് അക്കൗണ്ട്. ഇറ്റ്സ് എ സമ്മറി ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഫോർ എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെ സമ്മറി കാണിക്കുന്നതിനെയാണ് അക്കൗണ്ട് എന്ന് പറയുക. ഇറ്റ് ഷോസ് ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു എ പേഴ്സൺ, അസെറ്റ് ഓർ എക്സ്പെൻസസ്. ഒന്നെങ്കിൽ ഒരു പേഴ്സൻ്റെതായിരിക്കാം അക്കൗണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസെറ്റിൻ്റെ അക്കൗണ്ട് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ മെഷീനറി അക്കൗണ്ട്, ലാൻഡ് അക്കൗണ്ട്. പേഴ്സൻ്റെ അക്കൗണ്ട് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ശ്യാം അക്കൗണ്ട്, രാജൂസ് അക്കൗണ്ട്. അല്ലെങ്കിൽ അതൊരു എക്സ്പെൻസിൻ്റെ അക്കൗണ്ട് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ റെൻ്റ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, വേജ് അക്കൗണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷനെ പറ്റിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കുള്ള സമ്മറി കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്. ബേസിക്കലി അക്കൗണ്ട്സിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, റിയൽ അക്കൗണ്ട്സ്. റിയൽ അക്കൗണ്ട്സ് ആർ ദ അക്കൗണ്ട്സ് ഓഫ് അസെറ്റ്സ്. ക്യാഷ് അക്കൗണ്ട്, മെഷീനറി അക്കൗണ്ട്, ലാൻഡ് അക്കൗണ്ട്, ബിൽഡിംഗ് അക്കൗണ്ട്, ഇതൊക്കെ എന്താണ് റിയൽ അക്കൗണ്ട്സ് ആണ്. നെക്സ്റ്റ് ഇസ് പേഴ്സണൽ അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് ഓഫ് പേഴ്സൺസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫോർ എക്സാമ്പിൾ രാജൂസ് അക്കൗണ്ട്, ശ്യാംസ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരാളുടെ പേരും അതേപോലെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരും ആണെങ്കിൽ അതിനൊക്കെ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് നോമിനൽ അക്കൗണ്ട്. അക്കൗണ്ട്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസസ്. സാലറി അക്കൗണ്ട്, റെൻ്റ് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇൻകത്തിൻ്റെയോ എക്സ്പെൻസിൻ്റെയോ അക്കൗണ്ടിനെയാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓർ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഈ റൂൾ അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അക്കൗണ്ടൻസിയുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ട്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: റിയൽ, പേഴ്സണൽ ആൻഡ് നോമിനൽ. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസെറ്റ്സിൻ്റെ അക്കൗണ്ട് ആണ്. അതിൻ്റെ റൂള് നമുക്ക് നോക്കാം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഏതെങ്കിലും ഒരു അസെറ്റ് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അതിനെ ഡെബിറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു അസെറ്റ് ബിസിനസ്സിൽ നിന്ന് പോകുന്ന സമയത്ത് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ നേരത്തെ പറഞ്ഞു റിസീവിങ് ആസ്പെക്റ്റും ഗിവിങ് ആസ്പെക്റ്റും ആണെന്ന്. കുറച്ചുകൂടി സിമ്പിളാക്കി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ റിസീവിങ് ഗിവിങ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജേണൽ എൻട്രിയിലെ ഫസ്റ്റ് ലൈനിനെയാണ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയാം, സെക്കൻഡ് ലൈനിനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയാം. ആ രീതിയിൽ മനസ്സിലാക്കാം. ഓക്കെ, അതായത് ഏറ്റവും താഴെ നിങ്ങൾക്ക് ഒരു ജേണൽ എൻട്രി എഴുതിയതായിട്ട് കാണാം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അതിൻ്റെ ഫസ്റ്റ് ലൈനാണ് ഡെബിറ്റ് പോർഷൻ, സെക്കൻഡ് ലൈനാണ് ക്രെഡിറ്റ് പോർഷൻ. ഓക്കെ, അപ്പോൾ ഒരു അസെറ്റ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, മീൻസ് അതിനെ ഫസ്റ്റ് ലൈനിൽ എഴുതുന്നു. ഒരു അസെറ്റ് പോകുന്ന സമയത്ത് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു, ദാറ്റ് ഇസ് സെക്കൻഡ് ലൈനിൽ എഴുതുന്നു. അങ്ങനെ മനസ്സിലാക്കാം. നെക്സ്റ്റ് ഇസ് പേഴ്സണൽ അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു പേഴ്സൺസിൻ്റെ അക്കൗണ്ട് ആണ്. പേഴ്സൺസ് എന്ന് പറയുമ്പോൾ അത് 3 ടൈപ്പ് ആളുകളാണുള്ളത്. ഒന്ന്, ഇറ്റ് മേ ബി ദ ഓണർ ഓഫ് ദ ബിസിനസ്. ഓക്കെ. നമ്പർ 2, ഇറ്റ് മേ ബി ദ ഡെറ്റർ ഓഫ് ദ ബിസിനസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ബേസിക് ടേംസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഹു ഇസ് എ ഡെറ്റർ എന്നുള്ളത്. ഡെറ്റർ ഇസ് എ പേഴ്സൺ ഹു ഓസ് മണി ടു ദ ബിസിനസ്.
ബിസിനസ്സിന് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡെറ്റർ എന്ന് പറയുക. ഞാൻ പറഞ്ഞിരുന്നു കസ്റ്റമർ ഇസ് ഈക്വൽ ടു ഡെറ്റർ, ആ രീതിയിൽ പഠിക്കണം. അപ്പോൾ ആരാണ് നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുണ്ടാവുക? നമ്മളടുത്ത് നിന്ന് ഗുഡ്സ് അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട്, പൈസ ഇങ്ങോട്ട് തന്നിട്ടില്ല. ആ ആളുകളെയാണ് നമ്മൾ ഡെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സൺ ഡെറ്റർ ആവാം. നെക്സ്റ്റ് ഇസ് എ പേഴ്സൺ മേ ബി എ ക്രെഡിറ്റർ. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരാവാം. ആർക്കാ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ടാവുക? ഒന്നെങ്കിൽ അയാളടുത്ത് നിന്ന് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടില്ല. അതല്ലെങ്കിൽ അയാളോട് നമ്മൾ പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്, അതായത് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള ആളുകളെയാണ് ക്രെഡിറ്റർ എന്ന് പറയുക. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ സപ്ലയർ ആണ്. ഡെറ്റർ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ആണ്. അപ്പോൾ ഡെറ്ററോ ക്രെഡിറ്ററോ ഓണറോ ആവാം പേഴ്സൺ. അപ്പോൾ അവരുടെ റൂള് പറയുന്നത് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ആ പറഞ്ഞ പേഴ്സൺ റിസീവർ ആണ്, എന്തെങ്കിലും ബെനിഫിറ്റ് റിസീവ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ഡെബിറ്റ് ചെയ്യാം. മീൻസ് ജേണൽ എൻട്രീൻ്റെ ഫസ്റ്റ് ലൈനിൽ എഴുതുക. നെക്സ്റ്റ് ക്രെഡിറ്റ് ദ ഗിവർ. ആ പേഴ്സൺ നമുക്ക് ഇങ്ങോട്ട് തരുന്ന ആളാണ് എങ്കിൽ, ഗിവർ ആണ് നമുക്ക് എങ്കിൽ അയാളെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. മീൻസ് സെക്കൻഡ് ലൈനിൽ എഴുതാം. ഓക്കെ. നെക്സ്റ്റ് ഇസ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, അക്കൗണ്ട് ഓഫ് ഓൾ ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. അപ്പോൾ അവിടെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എക്സ്പെൻസിൻ്റെയോ ലോസിൻ്റെയോ അക്കൗണ്ട് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ റെൻറ്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, സ്റ്റേഷനറി എക്സ്പെൻസസ് പെയ്ഡ്, ഇതൊക്കെ നമുക്ക് എക്സ്പെൻസസ് ആണ്. ഇതിൻ്റെയൊക്കെ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുക. മീൻസ് ഫസ്റ്റ് ലൈനിൽ എഴുതുക. നെക്സ്റ്റ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. നമുക്ക് ഇങ്ങോട്ട് കിട്ടിയതാണ് പൈസ എങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുക, അല്ലേ? ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ബ്രോക്കറേജ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇതൊക്കെ എന്താണ്? ഇൻകം ആണ്. ഈ ഇൻകത്തിനൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് സെക്കൻഡ് ലൈനിൽ എഴുതാം. ഓക്കെ. ഈ റൂള് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അക്കൗണ്ടൻസിൻ്റെ പ്രോസസ്സുകളായ ജേർണലൈസിങ്ങും ലെഡ്ജർ പോസ്റ്റിങ്ങും ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ക്ലിയർ ആക്കുക. നെക്സ്റ്റ് ടോപ്പിക് ഇസ് അക്കൗണ്ടിങ് സൈക്കിൾ. ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അനലൈസിങ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ജേർണലൈസിങ്, അതായത് റെക്കോർഡിംഗ് എന്നുള്ള പ്രോസസ്സാണ് നമ്മളവിടെ ചെയ്യുന്നത്. ആ ട്രാൻസാക്ഷനെ നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം റെക്കോർഡ് ചെയ്യുന്നു. ആ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ജേർണലൈസിംഗ് എന്ന് പറയുക. അതിന് ചെയ്യുന്ന ടൂളാണ് ജേർണൽ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലാസിഫൈയിങ്. അതിന് നമ്മൾ ലെഡ്ജേഴ്സ് എന്ന ടൂളാണ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ലെഡ്ജർ പോസ്റ്റിംഗ് എന്നുകൂടെ പറയുന്നു. അതായത് ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിനൊക്കെ അതിൻ്റെ നേച്ചറിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നു. ക്യാഷിൻ്റെ ട്രാൻസാക്ഷനൊക്കെ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ലെഡ്ജറിൽ കൊണ്ടിടുന്നു. പർച്ചേസ് ട്രാൻസാക്ഷനൊക്കെ പർച്ചേസ് ലെഡ്ജറിൽ, സെയിൽസ് ട്രാൻസാക്ഷനൊക്കെ സെയിൽസ് ലെഡ്ജറിൽ. ഇങ്ങനെ അതിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് ലെഡ്ജേഴ്സിൽ പോസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നതാണ് സമ്മറൈസിങ് എന്നുള്ള പ്രോസസ്സ്. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ലെഡ്ജർ അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു സമ്മറി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഫൈനലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് P&L അക്കൗണ്ടും അതേപോലെ ബാലൻസ് ഷീറ്റുമാണ്. ഇതിലൂടെയാണ് ബിസിനസ്സിൻ്റെ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കുക. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അത് എത്രത്തോളമാണ്, നെക്സ്റ്റ് ഈ ബിസിനസ്സിന് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഇങ്ങനെയുള്ള ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റേജ് വരുന്നത് ഫൈനൽ അക്കൗണ്ട്സിലൂടെയാണ്. അപ്പോൾ ഇത് ഓരോന്നുമാണ് നെക്സ്റ്റ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിൽ ജേർണലൈസിങ്, ലെഡ്ജർ പോസ്റ്റിംഗ്, ട്രയൽ ബാലൻസ്, ഇത്രയും ടോപ്പിക്ക് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യും. ഫൈനൽ അക്കൗണ്ട്സ് നെക്സ്റ്റ് ചാപ്റ്ററിലും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. പ്രൈമറി ബുക്സ്. ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ദ പ്രൈമറി ബുക്സ്. ജേർണൽ ഇസ് എ പ്രൈമറി ബുക്ക്. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷന് ഫസ്റ്റ് എഴുതുന്ന ബുക്കിനെയാണ് പ്രൈമറി ബുക്ക് എന്ന് പറയുന്നത്. ജേർണൽ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ബുക്കാണ്. ഇറ്റ്സ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഓക്കെ, ഇനി ജേർണലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. ഫസ്റ്റ് വൺ ജേർണലൈസിങ്, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ജേർണൽ, അതിനാണ് ജേർണലൈസിംഗ് എന്ന് പറയുക. ജേർണൽ എൻട്രി, ദ റെക്കോർഡ് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ ഇൻ എ ജേർണൽ എൻട്രി. ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും നമ്മൾ ജേർണൽ എന്നുള്ള ബുക്കിൽ എഴുതും. അതിനെയാണ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നരേഷൻ, ഈ ഓരോ ജേർണൽ എൻട്രീൻ്റെയും ഒരു ചെറിയ ബ്രീഫ് എക്സ്പ്ലനേഷൻ അതിൻ്റെ താഴെ കൊടുക്കും. അതിനെയാണ് നമ്മൾ നരേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ജേർണലിൻ്റെ ഫോമാറ്റ് ആണ്. കറക്റ്റ് ഈ ഫോർമാറ്റ് പഠിച്ചു വെക്കണം. ഇതിലായിരിക്കണം നമ്മൾ ജേർണൽ എൻട്രീസ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 5 കോളംസ് ആണുള്ളത്. ഫസ്റ്റ് ഡേറ്റ് എഴുതാനുള്ള കോളം. ജേർണൽ എപ്പോഴും നമ്മൾ ക്രൊണോളജിക്കൽ ഓർഡറിലാണ് എഴുതുക, മീൻസ് ഡേറ്റ് വൈസ് ആണ് എഴുതുക.
നെക്സ്റ്റ് അതിൻ്റെ ജേണൽ എൻട്രി എഴുതാനുള്ള ഏരിയയാണ് പെർട്ടിക്കുലേഴ്സ്. ദെൻ ലെഡ്ജർ ഫോളിയോ, അതായത് ജേണൽ കഴിഞ്ഞാൽ നമ്മൾ ജേണലിലുള്ള ഓരോ സാധനങ്ങളും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ലെഡ്ജേഴ്സിൽ ആ പേജിൻ്റെ നമ്പർ, ഫോളിയോ മീൻസ് പേജ് എന്നാണ്, ആ പേജിൻ്റെ നമ്പറാണ് ഇവിടെ ലെഡ്ജർ ഫോളിയോ എന്നുള്ളിടത്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും. അടുത്തത് ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. കഴിഞ്ഞ ഇയറിൽ സെക്ഷൻ ബിയിൽ 6 മാർക്കിന് ഒരു ജേണൽ പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്, എല്ലാവരും ശ്രദ്ധിക്കാം. ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് രാജു. ഡേറ്റ് തന്നിട്ടുണ്ട്, ട്രാൻസാക്ഷൻസ് ഓരോന്നായിട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ എമൗണ്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ജേണൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്, അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ, ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. ഇപ്പോൾ രാജു എന്ന് പറഞ്ഞ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ക്യാഷ് കൊണ്ട്. അപ്പോൾ ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിയാലും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2 അക്കൗണ്ട്സിനെ കണ്ടുപിടിക്കുക. നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു, ഏതൊരു ട്രാൻസാക്ഷനും അറ്റ്ലീസ്റ്റ് 2 ഐറ്റം എഫക്റ്റഡ് ആയിരിക്കും, 2 അക്കൗണ്ട്സ് ഇൻവോൾവ് ആയിരിക്കും. ആ 2 അക്കൗണ്ടിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞൊരു അസറ്റ് വരുന്നുണ്ട്. അതേപോലെ രാജു എന്ന് പറഞ്ഞ ഓണറോട് ഒരു ലയബിലിറ്റിയും വന്നു. ഓക്കെ, രാജു പൈസ അങ്ങോട്ട് തന്നിട്ടുണ്ട് ബിസിനസ്സിന്, അപ്പോൾ ബിസിനസ് അങ്ങോട്ട് ലയബിളാണ് രാജുവിനോട്. ഓണറോടുള്ള ലയബിലിറ്റിക്ക് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. സോ 2 അക്കൗണ്ട്സ് ഇവിടെ ഇൻവോൾവ് ആവുന്നത്, ഒന്ന് ക്യാഷ് അക്കൗണ്ടും രണ്ടാമത്തത് രാജൂസ് ക്യാപിറ്റലും ആണ്. ഇനി നമ്മൾ റൂൾ അപ്ലൈ ചെയ്യണം. റിയൽ, പേഴ്സണൽ, നോമിനൽ, ഈ 3 ടൈപ്പിൽ ഏതാണ് ഈ പറഞ്ഞ 2 അക്കൗണ്ട്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസെറ്റ് ആണ്, തിങ്സ് ഓൺഡ് ബൈ ബിസിനസ്സിൽ പെട്ടതാണ്. ക്യാഷ് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ഓഫ് അസെറ്റ്സ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ നോക്കുക, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് ഇവിടെ കംസ് ഇൻ ആണ്, ക്യാഷ് വരികയാണ്, അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രിയിലെ ഫസ്റ്റ് ലൈനായിട്ട് എഴുതണം. നെക്സ്റ്റ്, രാജു എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ, ആ പേഴ്സണ് ഏത് ടൈപ്പ് ആയിരിക്കും? പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും. പേഴ്സണൽ അക്കൗണ്ട് റൂൾ നമ്മൾ പഠിച്ചു, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ഇപ്പോൾ രാജു റിസീവർ ആണോ ഗിവർ ആണോ? രാജു ഇങ്ങോട്ട് നമുക്ക് പൈസ തന്നത് ആ ബിസിനസ്സിന്, സോ ഹീസ് എ ഗിവർ, സോ ക്രെഡിറ്റ് ഹിം. ഓക്കെ, ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ് പഠിച്ചത്, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുക മീൻസ് സെക്കൻഡ് ലൈനായിട്ട് എഴുതുക. സോ ദ ജേണൽ എൻട്രി ഈസ് ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു രാജൂസ് ക്യാപിറ്റൽ. ക്യാഷ് അസെറ്റ് ആണ്, റിയൽ അക്കൗണ്ട് ആണ്, റൂള് ഡെബിറ്റ് വാട്ട് കംസിൻ ആണ്, അതുകൊണ്ട് ക്യാഷിനെ ഫസ്റ്റ് ലൈനിൽ എഴുതി ഡെബിറ്റ് ചെയ്തു. നെക്സ്റ്റ്, രാജു എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. പേഴ്സൺ വരുമ്പം അയാൾ റിസീവർ ആണോ ഗിവർ ആണോ നോക്കുക. രാജു ഗിവർ ആണ്, അതുകൊണ്ട് നമ്മൾ അയാളെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ശ്രദ്ധിക്കുക, പെയ്ഡ് ഇൻ ടു ബാങ്ക്. അപ്പോൾ അവിടുത്തെ 2 അക്കൗണ്ട്സ് ഏതൊക്കെയാണ് ഇൻവോൾവ് ആവുന്നതെന്ന് നോക്കാം. ഒന്ന് ബാങ്ക് അക്കൗണ്ട് ആണ്, രണ്ടാമത്തത് ക്യാഷ് അക്കൗണ്ട് ആണ്. പെയ്ഡ് എന്ന് പറയുമ്പോൾ ക്യാഷ് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്നാണല്ലോ. ഓക്കെ, ഇപ്പോൾ 2 ഐറ്റംസ് നമുക്ക് കിട്ടി, ഒന്ന് ബാങ്ക് അക്കൗണ്ടും രണ്ടാമത്തത് ക്യാഷ് അക്കൗണ്ടും. ഇനി നമ്മൾ റൂൾ അപ്ലൈ ചെയ്യണം. ആദ്യം ടൈപ്പ് ഏതാണെന്ന് നോക്കാം. ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അസെറ്റ് അക്കൗണ്ട് ആണ്, റിയൽ അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ബാങ്കിലേക്ക് ക്യാഷ് ഇട്ടു എന്ന് പറയുമ്പം ക്യാഷ് പോയി, ക്യാഷ് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ റിയൽ അക്കൗണ്ട് അസെറ്റ് അക്കൗണ്ടിൻ്റെ റൂള് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെ, ഒരു അസെറ്റ് പുറത്തേക്ക് പോകുമ്പോൾ അതിനെന്താക്കണം? ക്രെഡിറ്റ് ചെയ്യണം, മീൻസ് സെക്കൻഡ് ലൈനിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാഷ് സെക്കൻഡ് ലൈനിലുള്ള ഐറ്റം ആണ്. നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ആണ്. ബാങ്ക് ഞാൻ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, പേഴ്സണൽ അക്കൗണ്ട് ആണ്. അപ്പോൾ അവിടെ റൂള് വരുന്നത് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ ഇവിടെ ബാങ്ക് ആ പൈസ വാങ്ങിച്ചു വെക്കുന്ന ആളാണ്, ഈസ് ദ റിസീവർ. റിസീവറിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, മീൻസ് ഫസ്റ്റ് ലൈനിൽ എഴുതണം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണ്, റൂള് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ, അതുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്, അതിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് പോയതാണ്, അപ്പോൾ പുറത്തേക്ക് പോയതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു, മീൻസ് സെക്കൻഡ് ലൈനിൽ എഴുതി. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇവിടെ വരുന്ന 2 അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് വൺ ഇസ് ക്യാഷ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ഇസ് സെയിൽസ് അക്കൗണ്ട്. സോൾഡ് എന്ന് കണ്ടാൽ അപ്പോൾ മനസ്സിലാക്കിക്കോളുക, അക്കൗണ്ട് അവിടെ വരുന്നത് സെയിൽസ് ആണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുന്നിട്ടുണ്ട്, അപ്പോൾ രണ്ടാമത്തെ ഐറ്റം ക്യാഷ് ആണ്. ക്യാഷിൻ്റെ കാര്യം നമ്മളിപ്പോൾ കുറേ പ്രാവശ്യം എഴുതി, നമുക്കറിയാം റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിൽ ഏതൊരു അസെറ്റ് വരുമ്പോഴും അതിനെ ഡെബിറ്റാണ് ചെയ്യുക. ക്യാഷോ മെഷീനറിയോ ഫർണിച്ചറോ ഏത് അക്കൗണ്ട് ആണോ വരുന്നത് ബിസിനസ്സിലേക്ക് അതിനെ ഡെബിറ്റ് ചെയ്യുക. സോ ഡെബിറ്റ് ക്യാഷ്. രണ്ടാമത്തെ ഐറ്റം സെയിൽസ് ആണ്.
പ്രത്യേകം ശ്രദ്ധിക്കുക, സെയിൽസിന് എപ്പോഴും കുട്ടികൾ അസെറ്റായിട്ട് തെറ്റിയിട്ടാണ് എടുക്കാറ്. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകമാണ്. ഏതൊരു ബിസിനസ്സിൻ്റെയും വൺ ആൻഡ് ഓൺലി ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. ഇൻകത്തിന് നോമിനൽ അക്കൗണ്ടിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ ശ്രദ്ധിക്കുക, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ ഇവിടെ ഇൻകമാണ് ഇൻകത്തിന് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ടഡ് ടു സെയിൽസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സെയിൽസ് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക, ക്രെഡിറ്റ് ഐറ്റം ആയിട്ടാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം നോക്കാം. ബോട്ട് മെഷീനറി ഫ്രം സ്റ്റാർ ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ രണ്ട് അക്കൗണ്ട്സ് വരുന്നത് ഒന്ന് മെഷീനറി അക്കൗണ്ടും ഒന്ന് സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ അക്കൗണ്ടുമാണ്. ഈ മെഷീനറി നമ്മൾ ക്യാഷിനാണ് പർച്ചേസ് ചെയ്തത് എന്നാണ് പറഞ്ഞത് എങ്കിൽ മെഷീനറി അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടാണ് വരിക. ഇവിടെ നമ്മൾ ക്യാഷ് കൊടുത്തു എന്ന് എവിടെയും പറയുന്നില്ല, പകരം ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു പേഴ്സൻ്റെയോ പേര് തന്നിട്ടുണ്ട്, പർച്ചേസോ സെയിലോ ആണ് ട്രാൻസാക്ഷൻ എങ്കിൽ ആ സ്ഥാപനവുമായിട്ട് നമ്മൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് നടത്തിയിട്ടുള്ളത്. അവർക്ക് പൈസ കൊടുത്തിട്ടില്ല, പിന്നീട് കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല, പിന്നീട് വാങ്ങിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസോ ക്രെഡിറ്റ് സെയിലോ ആയിരിക്കും ഒരു സ്ഥാപനത്തിൻ്റെ പേര് തന്നാൽ. ഇനി അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്ന് മെൻഷൻ ചെയ്താൽ മാത്രമേ അതിനെ ക്യാഷ് സെയിൽസോ ക്യാഷ് പർച്ചേസോ ആയിട്ട് കണക്കാക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട് എന്നാണ് സംഭവം. ക്യാഷിൻ്റെ വരവോ പോക്കോ ഇല്ല. ഓക്കെ, അപ്പോൾ മെഷീനറി നമുക്കറിയാം റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിലെ ഐറ്റംസ് വരുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഡെബിറ്റ് വാർഡ് കംസ് ചെയ്യും. ഇനി സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ്. സോ ഇറ്റ്സ് എ പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, പേഴ്സണൽ അക്കൗണ്ട് റൂൾ നമുക്കറിയാം, ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനം നമുക്ക് ഇങ്ങോട്ടാണ് ബെനിഫിറ്റ് തന്നിട്ടുള്ളത്. സോ ഈസ് ദ ഗിവർ. അപ്പോൾ ഗിവറെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, സോ ദ എൻട്രി ഈസ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റാർ ലിമിറ്റഡ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അവിടെ വരുന്ന രണ്ട് അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് പർച്ചേസസ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ഇസ് ക്യാഷ് അക്കൗണ്ട്. ക്യാഷിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്, റിയൽ അക്കൗണ്ട് ആണ്. ക്യാഷ് പോകുന്നു, ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യുന്നു. പർച്ചേസസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പർച്ചേസ് എക്സ്പെൻസും സെയിൽസ് ഇൻകവും ആണ്. രണ്ടും നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് റൂൾ നോക്കുക, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, സോ ഡെബിറ്റഡ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ടു സ്വാതി. സോൾഡ് എന്ന് കണ്ടാൽ ഉടനെ ഐഡൻറ്റിഫൈ ചെയ്യണം, സെയിൽസ് അക്കൗണ്ട് ആണ് ഒരു ആസ്പെക്ട് വരുന്നത്. രണ്ടാമത്തെ കാര്യം ക്യാഷിനാണോ ക്രെഡിറ്റിനാണോ നോക്കിയാൽ മതി. ഒരു പേഴ്സൻ്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അത് ക്യാഷ് സെയിൽ അല്ല, ക്രെഡിറ്റ് സെയിലാണ്. സ്വാതി എന്നാണ്. അപ്പോൾ സ്വാതി അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും. ഓക്കെ, സെയിൽസ് അക്കൗണ്ട് നമുക്കറിയാം നോമിനൽ അക്കൗണ്ട് ആണ്. റൂള് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. സെയിൽസ് ഇൻകം ആണ്, സോ ക്രെഡിറ്റഡ്. സ്വാതി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. പേഴ്സൺ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് വെദർ ഷീസ് എ റിസീവർ ഓർ ഗിവർ. സ്വാതി റിസീവർ ആണ്, നമ്മൾ സ്വാതിക്ക് ഗുഡ്സ് കൊടുക്കുകയാണ്, സോ ഷീസ് എ റിസീവർ. സോ ദ റൂൾ ഇസ് ഡെബിറ്റ് ദ റിസീവർ. സ്വാതി അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് ബോട്ട് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഓക്കെ, ഐറ്റംസ് വരുന്നത് ഫർണിച്ചർ അക്കൗണ്ട് ആൻഡ് ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചർ നമുക്കറിയാം റിയൽ അക്കൗണ്ട് ആണ്, അസെറ്റ് വരുന്നു, അതുകൊണ്ട് ഫർണിച്ചറിന് ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് എന്നുള്ള അസെറ്റ് പോകുന്നു, അതുകൊണ്ട് ക്യാഷിന് ക്രെഡിറ്റ് ചെയ്യുന്നു. രണ്ടും റിയൽ അക്കൗണ്ട്സ് ആണ് വരുന്നത്. ഓക്കെ, ഒന്ന് വരുന്നു ഒന്ന് പോകുന്നു. നെക്സ്റ്റ് ക്യാഷ് റിസീവ്ഡ് ഫ്രം സ്വാതി. ഓക്കെ, ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞ അസെറ്റ് വരുന്നു, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നുള്ള റൂളാണ് അവിടെ അപ്ലൈ ആവുന്നത്. സ്വാതി എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. റൂൾ അവിടെ വരുന്നത് ക്രെഡിറ്റ് ദ ഗിവർ. സ്വാതി നമുക്ക് പൈസ തരാണ്, സോ ഇപ്പോൾ സ്വാതി ആരാണ്? ഗിവർ ആണ്, അതുകൊണ്ട് സ്വാതിനെ ക്രെഡിറ്റ് ചെയ്യുക. നേരത്തെ സ്വാതി ഗുഡ്സിൻ്റെ റിസീവർ ആയിരുന്നു, അതുകൊണ്ട് സ്വാതിനെ ഡെബിറ്റ് ചെയ്തു. ഇപ്പോൾ ക്യാഷിൻ്റെ ഗിവറാണ് സ്വാതി, സ്വാതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് റെൻറ്റ് പെയ്ഡ്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ക്യാഷ് ആണ് ഒരു ഐറ്റം. ഓക്കെ, അപ്പോൾ റെൻറ്റ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. റെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ട് റൂൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആണ്, സോ ഡെബിറ്റഡ്. ദെൻ ക്യാഷ് എന്നുള്ള അസെറ്റ് പോകുന്നു, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ ഇത്രയാണ് ഈ ജേർണൽ എൻട്രിയിൽ, ഈ ജേർണലിൻ്റെ ക്വസ്റ്റ്യനിൽ ട്രാൻസാക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർമാറ്റ് കറക്റ്റ് ആയിരിക്കുക, ഡേറ്റും എൻട്രീസ് കറക്റ്റ് ആയിരിക്കുക, നറേഷൻ കൊടുക്കുക, എമൗണ്ട് കോളത്തിൽ എമൗണ്ടും കൊടുക്കുക.